നമസ്കാരം. ഹൈന്ദവ വിശ്വാസികൾ നാളെ ശിവരാത്രി ആഘോഷിക്കുകയാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും മഹത്തായ ആഘോഷങ്ങളിലൊന്നാണ് മഹാശിവരാത്രി. മാർച്ച് 8-നാണ് ഈ വർഷത്തെ ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നത് ശിവരാത്രിയുടെ പ്രത്യേകതയാണ്. ഈ വർഷത്തെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും പല ക്ഷേത്രങ്ങളിലും നടന്നു വരികയാണ്. എല്ലാ ശിവക്ഷേത്രങ്ങളും പ്രത്യേക പൂജകളും ചടങ്ങുകളുമായി ശിവരാത്രി ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ആചരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയെ പോലെ ഏറെ പ്രാധാന്യത്തോടെ ശിവരാത്രി ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം കൂടിയുണ്ട്. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളാണത്. ഈ ദിനം നേപ്പാളിൽ ദേശീയ അവധി ദിനമാണെന്നത് മറ്റൊരു പ്രത്യേകത. ഈ ദിവസം ആളുകൾ രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി വലിയ ആവേശത്തോടെ ആഘോഷിക്കുകയാണ്. അന്നേ ദിവസം ആയിരക്കണക്കിന് ശിവ അനുയായികൾ നേപ്പാളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പരമശിവന്റെ പരമമായ വാസസ്ഥലമായ പശുപതിനാഥ് സന്ദർശിക്കുന്നു. ശിവൻ ഒരു മാനിന്റെ രൂപത്തിൽ പശുപതിനാഥ് സന്ദർശിച്ചു എന്നാണ് ഐതിഹ്യം. ദേവിയുടെ 52 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് പശുപതിനാഥ ക്ഷേത്രം എന്നതാണ് ഈ സ്ഥലം ശിവന്റെ അനുയായികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്നും ധാരാളം ഭക്തരും പശുപതിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് വിശ്വപ്രസിദ്ധമായ പശുപതിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്മതി നദിയുടെ തീരത്തെ ഈ ക്ഷേത്രത്തിൽ പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് പ്രതിഷ്ഠ. നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന ഇവിടേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരും വിനോദസഞ്ചാരികളും എത്തുന്നുണ്ട്. 1979 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും പശുപതിനാഥ ക്ഷേത്രം ഇടം നേടി. ഐതിഹ്യങ്ങളും കഥകളുമല്ലാതെ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് ഇന്നും കൃത്യമായ അറിവുകൾ ലഭിച്ചിട്ടില്ല. എന്ന് സ്ഥാപിക്കപ്പെട്ടെന്നോ ആര് നിർമ്മിച്ചെന്നോ ഉള്ള കാര്യം അജ്ഞാതമാണ്. എന്നിരുന്നാലും AD 400-ലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു. 14-ാം നൂറ്റാണ്ടിൽ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്ര മല്ല പുനർനിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം. പുരാതന കാലത്തെ ഒറിജിനൽ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും കാലക്രമേണ നശിച്ചുപോയിരുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി മറ്റനവധി ക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെടുകയും ചെയ്തു. പശുപതിനാഥിന്റെ ദൈനംദിന ആചാരങ്ങൾക്ക് 2 കൂട്ടം പുരോഹിതന്മാരാണ് ക്ഷേത്രത്തിലുള്ളത്. ലോകമെമ്പാടും നിന്നായി നിരവധി തീർത്ഥാടകർ വർഷം തോറും വന്നെത്താറുള്ള ഈ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഭട്ട് വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരാണ്. കർണാടകയിൽ നിന്നുള്ള ദ്രാവിഡ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട 4 ഭട്ടുമാരായിരിക്കും പശുപതിനാഥ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുക. ശ്രീ ശങ്കരാചാര്യ ദക്ഷിണാംനായ പീഠം ശൃംഗേരിയിൽ നിന്ന് ഋഗ്വേദ പാരായണത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്നാണ് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഭട്ടുപൂജാരിമാരെ കാണാതെ രാജഭണ്ഡാരിമാരും കാണും. വിശ്വാസപ്രകാരം ഭട്ടുമാർക്ക് മാത്രമേ ലിംഗത്തിൽ തൊടാൻ പറ്റൂ. ഭണ്ഡാരിമാർ സഹായികളും ക്ഷേത്ര പരിപാലകരുമാണ്. അവർ പൂജാ ചടങ്ങുകൾ നടത്താനോ ദൈവനെ തൊടാനോ പാടില്ല. ആകെ 108 രാജഭണ്ഡാരികൾ ഈ ക്ഷേത്രത്തിലുണ്ട്. നേപ്പാളീസ് പഗോഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് പ്രധാന ക്ഷേത്രത്തിൻ്റേത്. 2 നിലകളുള്ള മേൽക്കൂരകൾ സ്വർണ്ണ ആവരണത്തോടു കൂടി ചെമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 23 മീറ്റർ 7 സെന്റിമീറ്റർ ഉയരമുള്ള ചതുരാകൃതിയിലുള്ള അടിത്തറയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് മഹാശിവരാത്രി. വർഷം തോറും 20 ലക്ഷത്തിലേറെ ഭക്തരാണ് മഹാശിവരാത്രി ദിനത്തിൽ പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കാറുള്ളത്.